നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, നമ്മുടെ PSC ചോദ്യങ്ങൾ തലേ ദിവസം തന്നെ സൈറ്റിൽ വന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത നമ്മുടെ കേരള കൗമുദിയിൽ ഇങ്ങനെ വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യവും അതിൽ PSC എത്രത്തോളം റെസ്പോൺസിബിൾ ആണ് എന്നുള്ള കാര്യമാണ് ഇതിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്ന എറണാകുളം, മലപ്പുറം അതുപോലെ തന്നെ വയനാട് ജില്ലകളിലേക്കൊക്കെയുള്ള നമ്മുടെ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തലേ ദിവസം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തെളിവ് സഹിതമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടൊരു ഒരു എക്സ്പ്ലനേഷൻ കേരള PSCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാര്യം നമുക്കൊന്നും അടിസ്ഥാനരഹിതമായിട്ട് സംസാരിക്കാനായിട്ട് കഴിയത്തില്ല. പക്ഷെ ഇതിനകത്ത് പറയുന്നത് ഗൂഗിൾ പറയും തട്ടിപ്പ് നടത്തിയ വിധം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴും കാണാനായിട്ട് കഴിയുന്നത് അപ്ലോഡഡ് 1 day ago അല്ലെങ്കിൽ 2 days ago എന്ന് പറഞ്ഞിട്ടാണ്. ഇന്ന് നോക്കുമ്പോൾ 2 days agoയും ഇന്നലെ നോക്കുമ്പോൾ അത് 1 day ago എന്ന് പറഞ്ഞിട്ടാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഇന്ന് റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിൽ തന്നെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മളതിൽ ഈ കാറ്റഗറി നമ്പർ നോക്കുമ്പോൾ 133/2024 എന്ന് പറഞ്ഞ ഈ ഒരു കാറ്റഗറി നമ്പർ നോക്കുമ്പോഴത്തേക്കും അപ്ലോഡഡ് 2 days ago എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മെനഞ്ഞാന്ന് അപ്ലോഡ് ചെയ്തതാണ്. ദാറ്റ് മീൻസ് എന്താണ്, പരീക്ഷ ഇന്നലെയാണ്, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ മെനഞ്ഞാന്നേ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഈ പറയുന്ന കാറ്റഗറി നമ്പർ അറിയാന്നുള്ളവർക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വെബ്സൈറ്റ് കയറിയിട്ട് അത്രത്തോളം നോക്കുന്നവർക്ക് എന്ത് കിട്ടും, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എത്ര പേര് പരീക്ഷ എഴുതിയാലും ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 10 പേർക്ക് കിട്ടിയാൽ തന്നെ ഈ പറയുന്ന മാർക്കെല്ലാം അവർക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെ. അപ്പൊ എന്തായാലും ഇത് വെബ്സൈറ്റിൽ ഉണ്ടായ എറർ ആണോ, അല്ലാന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും കാണിച്ച എറർ ആണോ, എന്താണ് സംഭവം എന്നുള്ള കാര്യം കേരള PSCയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ഒരു മറുപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമുക്ക് ഈ വാർത്തയിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. തിരുവനന്തപുരം PSC ഇന്നലെ നടത്തിയ എറണാകുളം, മലപ്പുറം ജില്ലകളിലേക്കുള്ള LD ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പർ തലേ ദിവസം തന്നെ PSCയുടെ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. സംഭവത്തിന് പിന്നിൽ എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ചോദ്യപേപ്പർ ചോർന്നതാണോ എന്നുൾപ്പെടെയുള്ള സംശയങ്ങൾ ബലപ്പെട്ടിട്ടുണ്ട്. ബുക്ക്ലെറ്റ് നമ്പർ 133/2024 എന്ന് പറയുന്ന നമ്പറിലുള്ള ആദ്യത്തെ 100 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ചോദ്യപേപ്പറാണ് ഈ ഒരു സൈറ്റിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അതിനകത്ത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞിട്ട് കേരള PSC ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയിലുള്ള കോഡ് A ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്, അല്ലെ. അപ്പോൾ അപ്ലോഡ് ചെയ്തത് 1 day ago എന്നാണ് ഇന്നലെ വൈകിട്ടോടെ സൈറ്റിൽ കണ്ടത്. അതോടെ ചോദ്യക്കടലാസ് ഇന്നലെ പരീക്ഷയ്ക്ക് നൽകിയത്, ആ ഒരു ചോദ്യക്കടലാസാണ് ഇന്നലെ പരീക്ഷയ്ക്ക് നൽകിയത്. PDF ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ സൈറ്റിലുള്ളത്. PSCയുടെ ഒഫീഷ്യൽ സൈറ്റ് ആയിട്ടുള്ള www.keralapsc.gov.in എന്ന് പറയുന്ന സൈറ്റിലാണ് ചോദ്യക്കടലാസ് അപ്ലോഡ് ചെയ്തതായിട്ട് കണ്ടെത്തിയത്. PSCയുടെ ഔദ്യോഗിക ചിഹ്നം ഉൾപ്പെടെയുള്ള സൈറ്റാണിത്. പരീക്ഷയുടെ തലേന്ന് തന്നെ ചോദ്യപേപ്പർ അതേപടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഗുരുതര സംഭവമാണ്. അതുപോലെ തന്നെ ചോദ്യങ്ങളും ഓപ്ഷനുകളും അതേപടി ഉള്ളതിനാൽ ഉത്തരം കണ്ടുപിടിച്ചവർക്ക് 100 മാർക്കും കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കോഡ് ചോദ്യക്കടലാസാണ് അതേപടി വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത്. സാധാരണയായിട്ട് പരീക്ഷ കഴിഞ്ഞ ശേഷം ഉത്തര സൂചിക പ്രസിദ്ധീകരിക്കാറുണ്ട്. എന്നാൽ പരീക്ഷയ്ക്ക് മുൻപ് ചോദ്യക്കടലാസ് അതേപടി പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളതിൽ യാതൊരു വ്യക്തതയില്ല. പരീക്ഷ കഴിഞ്ഞ ശേഷം ചോദ്യങ്ങളുടെ ശരി ഉത്തരങ്ങൾ അറിയാനായിട്ട് ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് ഇന്റർനെറ്റിൽ പരിശോധിച്ചപ്പോഴാണ് ഒരു ദിവസം മുൻപ് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള PDF ഫയൽ അതേപടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതായിട്ട് കണ്ടെത്തിയത്. അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ പറയും തട്ടിപ്പ് നടത്തിയ വിധം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ചോദ്യപേപ്പർ കോഡായിട്ടുള്ള 133/2024 എന്ന് പറയുന്ന സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ചോദ്യക്കടലാസ് മുഴുവൻ ലഭിക്കും. പരീക്ഷ നടത്തിയ ശേഷം ഇന്നലെ വൈകിട്ട് 5ഓടെയാണ് ഉത്തര സൂചിക സൈറ്റിൽ വന്നത്. ചോദ്യം അപ്ലോഡ് ചെയ്തത് ഒരു ദിവസം മുമ്പാണെന്നുള്ള വിവരവും ഗൂഗിൾ നൽകും. ചോദ്യപേപ്പർ കോഡ് A കൈവശപ്പെടുത്തുന്നവർക്ക് പരീക്ഷയ്ക്ക് മുൻപ് ചോദ്യം ലഭിക്കും. PSCയുടെ സൈറ്റിൽ ഡിഫോൾട്ടായിട്ട് ഫയൽ എന്ന് പറയുന്ന പേജിലാണ് ചോദ്യത്തിന്റെ PDF രൂപം പരീക്ഷയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് വന്നത്. ഒറ്റ നോട്ടത്തിൽ ഈ പേജിലേക്ക് പോകാൻ കഴിയില്ല, എന്നാൽ ചോദ്യക്കോഡ് നൽകിയാൽ അത് എളുപ്പം ലഭിക്കും. അതേസമയം ഔദ്യോഗിക സൈറ്റിൽ ചോദ്യക്കടലാസ് പ്രത്യക്ഷപ്പെട്ടതിൽ PSC അന്വേഷണം തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ സംഭവം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ കേരള PSCയുടെ ഭാഗത്ത് നിന്ന് ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ മറുപടി ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്ന കാര്യം. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെ കഷ്ടപ്പെട്ട് രാത്രി പകലാക്കി ഇരുന്ന് പഠിച്ചൊരു പരീക്ഷയാണ് LDC പരീക്ഷ. അപ്പൊ അവരുടെ പരിശ്രമം നമുക്ക് ഒരിക്കലും വെറുതെ ആക്കി കളയാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇതിലൊരു ചതി സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതിലൊരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ പ്രതിവിധി എന്നുള്ള കാര്യം കേരള PSCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് തന്നെയാണ്
പറയാനുള്ളത്. അപ്പോൾ എന്തായാലും തെറ്റുകൾ സംഭവിക്കാം, പക്ഷേ ഇത് ഒരു ഗുരുതര തെറ്റായി ആയിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഇതിലൊരു ക്ലാരിഫിക്കേഷൻ കേരള PSC യുടെ ഭാഗത്ത് നിന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത് കേരള കൗമുദി പത്രത്തിലാണ്. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ നോക്കാൻ നേരത്തും ഇത് തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഇതിന്റെ ഭാഗത്ത് നിന്നൊരു കറക്റ്റായിട്ടൊരു ഒരു ക്ലാരിഫിക്കേഷൻ PSC യുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വിവരം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയും അപ്ഡേറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.